ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കുക്കിംഗ് വിത്ത് ആനന്ദ്. നമുക്കിന്ന് മക്രോണി റെസിപ്പി എങ്ങനെ ഉണ്ടാക്കാം നോക്കാം. അതിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആദ്യം ഒരു പ്ലേറ്റിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ട് കുറച്ച് ഉപ്പിടുക. 1 ടീസ്പൂൺ മതിയാകും. എന്നിട്ട് ഒരു 50 ഗ്രാം മക്രോണി ഇടുക. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് എടുത്തെടുത്ത് നോക്കുക. അതൊരു നന്നായിട്ടൊന്ന് വെള്ള കളറിലാവുമ്പോഴത്തേക്കും നല്ല ഫുള്ളായിട്ടൊന്ന് വൈറ്റ് പീസസ് പോലെ ആവും. അപ്പോഴത്തേക്കാണ് നന്നായിട്ട് വെന്ത് വരുന്നത്. അപ്പോഴത്തേക്കും മാറ്റിയിട്ട് കഴുകി ആ വെള്ളം കളഞ്ഞ് വൃത്തിയാക്കി വയ്ക്കുക. എന്നിട്ട് വേറൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് ചെറുതായി അരിഞ്ഞ വലിയ സവാള ഇടുക. കുട്ടികൾക്ക് കൂടുതലും ചെറുതായിട്ട് അരിഞ്ഞ സവാള ആയിരിക്കും ഇഷ്ടം. അതുകൊണ്ടാണ് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ സവാള ചെറുതായിട്ട് അരിയുന്നത്. അത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് വറുത്തിട്ട് അതിലേക്ക് ക്യാരറ്റ് ഇടുക. അതും ചെറുതായിട്ട് അരിഞ്ഞ ഒരു പല ഡിസൈനിലായിട്ടോ ഒന്ന് സ്ട്രൈറ്റ് ആയിട്ടോ അല്ലെങ്കിൽ വളരെ ചെറുതായിട്ട് അരിഞ്ഞ ക്യാരറ്റ് ഇടുക. അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ ക്യാപ്സിക്കം ഇടുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചെറുതായിട്ട് കുറച്ച് നേരം ഒരു 1-2 മിനിറ്റ് ഒന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യുക. അതൊന്ന് പെട്ടെന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യമേ ഉപ്പ് ആഡ് ചെയ്യുന്നത്. അത് ജസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിലേക്ക് 1-2 ഗ്രീൻ ചില്ലി കട്ട് ചെയ്തിടുക. അത് വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതിയാകും. അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ ടൊമാറ്റോസ് ഇടുക. അതിനുശേഷം 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, പേര് കൂടുതൽ വേണമെങ്കിൽ 1-2 ടീസ്പൂൺ ഇടുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിന് മുമ്പേ കുറച്ച് റെഡ് ചില്ലി, ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പെപ്പർ കൂടുതൽ ആയിട്ടാണ് വേണമെങ്കിൽ പെപ്പർ മാത്രം മതിയാകും. റെഡ് ചില്ലി ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ അതിലേക്ക് നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന മക്രോണി ഇടുക. എന്നിട്ട് ഫുള്ള് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഈ മക്രോണി എല്ലാം ഒന്ന് ഫുള്ള് കറി ഒന്ന് മിക്സായി പിടിച്ച് വരുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിലേക്ക് 1-2 മുട്ട കൂടുതൽ വേണമെങ്കിൽ 2 മുട്ടയോ അല്ലെങ്കിൽ മീഡിയം മതിയെങ്കിൽ 1 മുട്ട പൊട്ടിച്ച് ഒഴിക്കുക. എന്നിട്ട് ജസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ജസ്റ്റ് എല്ലാത്തിലും ഒന്ന് പിടിച്ച് വരുമ്പോഴത്തേക്ക് ഇപ്പം മുളകും ഉപ്പും കൂടുതൽ വേണമെങ്കിൽ മുളകും ഉപ്പും ആഡ് ചെയ്യാം. അതെല്ലാം നേരത്തെ ആഡ് ചെയ്താൽ പോരെ എന്ന ഇപ്പോൾ ചിന്ത വരാം. നേരത്തെ ആഡ് ചെയ്യുന്നതിനെക്കാട്ടി ഇപ്പോൾ ആഡ് ചെയ്യുന്നതാണ് കുറേ കൂടെ ബെറ്റർ. കാരണം വെച്ചാൽ ഇപ്പോൾ നേരത്തെ ആഡ് ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ മൊത്തം ഒരു മുട്ടയുടെ ഒരു പരുവായിട്ടിരിക്കും. ഇപ്പോൾ ഇതാകുമ്പോഴത്തേക്ക് എല്ലാത്തിലും ഒന്ന് കറക്റ്റായിട്ട് എല്ലാം ഒന്ന് പിടിച്ച് വരും. അതിനാണ് നമ്മൾ 2 പ്രാവശ്യം ഇങ്ങനെ ആഡ് ചെയ്തത്.
അങ്ങനെ നമ്മുടെ മക്രോണി തയ്യാറായി കഴിഞ്ഞു. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. പ്ലീസ് ഡു like and subscribe to our channel. Thank you.